ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധം. അതുകൊണ്ടാണ് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ശ്യാം ഇവിടെ ഉപവാസം വിരക്കുന്നത്. ശ്രീ ചാണ്ടി ഉമ്മൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള അഭിപ്രായം ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മറ്റ് ചില ബന്ധപ്പെട്ട ആളുകളുമായി എല്ലാം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഫലം ശൂന്യം. ഇവരെടുക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിന് പുതുപ്പള്ളിയിലെ പൊതുജനങ്ങൾ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിനുവേണ്ടിയാണ് ബഹുജന മധ്യത്തിലേക്ക് ഈ പ്രശ്നം കൊണ്ടുവരാൻ അവരുടെ അഭിപ്രായം കൂടി തേടാൻ ഇതുപോലുള്ളൊരു ഉപവാസത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ഉപവാസം വലിയ വിജയമാണ് നമുക്കറിയാം. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഞാൻ 6 വീടിൻ്റെ കണ്ടുവെക്കുകയാണ്. ഉമ്മൻചാണ്ടി വിദ്യാർത്ഥിയുടെ 2ാം ഘട്ട ഞാൻ രാവിലെ വന്നു പോയത്. ഇതിനകത്തുള്ള കാര്യം സാറ് പറഞ്ഞു, ഇത് ഉമ്മൻചാണ്ടി അപമാനിക്കുക എന്നുള്ളത് അജണ്ടയാക്കി വെച്ചിരിക്കുക, അജണ്ടയാക്കി മാറ്റിയിരിക്കുക. അത് തെരഞ്ഞെടുപ്പ് മുമ്പ് മരണത്തിന് ശേഷവും കണ്ടു, ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക. ഓരോ കള്ളക്കഥകൾ ഓരോന്നോരോന്നുണ്ടാക്കി ഇന്ന് പുതിയൊരു തലത്തിൽ അപമാനിക്കാനുള്ള ശ്രമം. ഞാൻ പറഞ്ഞു, EMS എന്ന് പറഞ്ഞ മഹാനായ മുഖ്യമന്ത്രി, കേരളത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി, ലാളിത്യം കൊണ്ട് കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ എന്താ പറയുക ജഡിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. ഡ്രസ്സ് പോലും വളരെ പരിമിതമായിട്ടുണ്ടായിരുന്ന മുഖ്യമന്ത്രിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ജീവിതം ലാളിത്യത്തിൽ സാധാരണക്കാരനോടൊപ്പം എല്ലാ വ്യത്യാസങ്ങളും വന്ന് ജീവിച്ച മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഇങ്ങനൊരു വിവാദത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യമുണ്ടോ എന്ന് CPM ആലോചിക്കുന്നു. അദ്ദേഹം മഹാനായ മുഖ്യമന്ത്രി ആയിരിക്കും തന്നെ അദ്ദേഹത്തിന് പുതുപ്പള്ളിയുമായിട്ടുള്ള ബന്ധം പരിമിതമാണ്. പുതുപ്പള്ളിയിൽ ആരെങ്കിലും പേരുണ്ടെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ഹോൾ കൊണ്ടുവരാൻ കൊണ്ടുവന്ന അതിന് തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്ത ഉമ്മൻചാണ്ടി അല്ലേ അവർ പരിഗണിക്കേണ്ടത്. 53 വർഷം MLA എന്ന് മാറ്റിവെച്ചാൽ പോലും ഇത് പരിഗണിക്കേണ്ട ഒരു കാര്യമല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ വിഭാഗത്തിനും. നിങ്ങൾ എൻ്റെ അഭിപ്രായം ചോദിക്കണ്ട, ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർ ചോദിക്കണ്ട. നിങ്ങൾ പുറത്തോട്ടിറങ്ങി ഇവിടുത്തെ ഒരു അഭിപ്രായ സർവേ എടുത്ത് ഇവിടുത്തെ സാധാരണക്കാരോട് ചോദിച്ച് പുതുപ്പള്ളിയിലെ ഓരോ മൻതരിയും 6 പേര് പറയുന്നത് ഞാൻ പറയണ്ട. അദ്ദേഹം മരിച്ചിട്ട് 1 വർഷമല്ലേ ആയുള്ളൂ. ആ 1 വർഷത്തിനിടയിലും നിങ്ങൾ നിരന്തരം അപമാനിച്ചു. ഇന്ന് 1 വർഷത്തിന് ശേഷം അദ്ദേഹം ഇന്ന് ജനമനസ്സിൽ ജീവിക്കുന്നുവെന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തെ അപമാനിക്കുവാനുള്ള ശ്രമം. പക്ഷേ ഞങ്ങൾ അതിന് എന്ത് വന്നാലും ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. എൻ്റെ ഫോട്ടോ വെച്ചടിച്ചിരിക്കുക, എൻ്റെ ഫോട്ടോ എൻ്റെ അനുവാദം കൂടാതെ ഞാൻ അധ്യക്ഷനാണെന്നും പറഞ്ഞ് ഫോട്ടോ വെച്ചടിച്ചിരിക്കുന്നു, പ്രോഗ്രാമിൽ ചേർത്തിരിക്കുന്നു. ഇതൊരു സംഘർഷം ഉണ്ടാക്കാനാണ്. ഞങ്ങളിതിന് പ്രതികരിക്കണം. ഞങ്ങളിതിന് വീണ്ടും അവമാനിക്കുക. ഞാൻ ഏക്കാത്തൊരു പരിപാടി എൻ്റെ തലയിൽ വെച്ച് ഞാനവിടെ ചെന്നില്ല എന്ന് വരുത്തി എന്നെ അവമാനിക്കണം. അതുപോലെ ഞാനതിന് പ്രതികരിക്കണം. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പ്രതികരിക്കണം. ഉമ്മൻചാണ്ടിയുടെ പേരിൽ സംഘർഷം ഉണ്ടാകണം. അവർ പറയുന്നത് എന്താ, പുണ്യവാളനായ ഉമ്മൻചാണ്ടിയുടെ പേരിൽ സംഘർഷം ഉണ്ടായി എന്നായിരിക്കും CPM ഇവിടെ പറയാൻ പോകുന്നത്. ഈ തരത്തിലുള്ള നിലപാടുമായി നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു? മരണത്തിൽ എനിക്ക് നിങ്ങളോടൊന്നും മാത്രമേ പറയാനുള്ളൂ, മരണത്തിലെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിടും. മരിച്ചില്ലേ? 50 വർഷക്കാലം അദ്ദേഹത്തെ ആക്രമിച്ച് നിങ്ങൾക്ക് മതിയായില്ലേ? എനിക്ക് കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം എൻ്റെ പിതാവിനെ അവസാനം വെച്ച സ്ഥലം അതിനടുത്താണ്, ആ കമ്മ്യൂണിറ്റി ഹോളിനടുത്താണ് അവസാനമായി അതിൽ വെച്ചത്. എന്നെ കഴിഞ്ഞ ദിവസം പത്രക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ മരണശേഷം അവിടെ വന്നപ്പോൾ ആ നാട്ടുകാർ മൊത്തം പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറാണ് കമ്മ്യൂണിറ്റി ഹോളിലൂടെ കൊണ്ടുവന്നത്. ഞങ്ങളുടെ ഇന്നലെ പത്രക്കാരൻ പറഞ്ഞൊരു കാര്യം, ദൈവനിശ്ചയമായിരിക്കും അവസാനം അവിടെ തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് വെക്കുവാനുള്ള അവസരം ഉണ്ടായത്. പക്ഷേ വീണ്ടും അവമാനിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വിഴിഞ്ഞത്തിന് പേരിടണോ ഞാൻ പറഞ്ഞു, കണ്ണൂർ എയർപോർട്ടിന് പേരിടണോ ഞാൻ പറഞ്ഞു, കൊച്ചി മെട്രോയ്ക്ക് പേരിടണോ ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോഴെന്താ പറഞ്ഞത്, 6 പേരിട്ടില്ലേലും അതിൻ്റെ പേരിട്ടില്ലേലും കുഴപ്പമില്ല, ജനമനസ്സിലാണ് പേര്. പക്ഷേ ഇവിടെ ഈ പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ കർമ്മഭൂമി, അദ്ദേഹം ഈ നാടിന് വേണ്ടിയാണ് ജീവിച്ചത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമായി ആത്മബന്ധം, ഇവിടെ ഇരിക്കുന്ന ഓരോ സാധാരണക്കാരനുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ ഈ നാട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരിടാൻ ഞങ്ങൾ ആരെയും പേരിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഇത് ഒരു പേരിടണമെന്നൊരു വിവാദം ഉണ്ടാക്കി അദ്ദേഹത്തെ അവമാനിക്കാൻ വേണ്ടി മാത്രം. മരണത്തിലെങ്കിലും CPM-നോട് എനിക്ക് പറയാനുള്ളത്, മരണത്തിലെങ്കിലും എൻ്റെ പിതാവിനെ വിടണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാം.